കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കേസെടുത്തു പോലീസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കയ്യേറ്റം ചെയ്തതിനുമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചെന്ന നടിയുടെ മൊഴിപ്രകാരമാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ കൈമാറും. റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. റോഷിപാൽ, ഇപ്പോൾ കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് നടൻ ജയസൂര്യക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കയ്യേറ്റം ചെയ്തതിനുമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏത് ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഏത് സിനിമാ ലൊക്കേഷനിൽ എവിടെ വെച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയുന്നത്? നടൻ ജയസൂര്യക്ക് എതിരെയും കേസെടുത്തിരിക്കുന്നു. നിരവധി നടന്മാരും സംവിധായകരുമാണ് ഇപ്പോൾ ഈ പരാതി കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് റോഷിപാൽ? ഇന്നലെ ഈ ആക്രമിക്കപ്പെട്ട നടി കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടൻ ജയസൂര്യ സിനിമാ ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് നടിയെ ആക്രമിച്ചു എന്നതാണ് കുറ്റം. ഏതായാലും ഈ പരാതിയിൽ വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് കന്റോൺമെന്റ് പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം ലഭിച്ചു. അതിന് തൊട്ടു പിന്നാലെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇനി മറ്റു നടപടികളിലേക്ക് കടക്കും. മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു നടപടികൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, മർദ്ദിക്കൽ തുടങ്ങിയ ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ആണ് ഇപ്പോൾ നടൻ ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ജയസൂര്യക്കെതിരെ ഇപ്പോൾ കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വിവിധയിടങ്ങളിൽ ഉണ്ടായ നടികൾ അവർക്ക് എതിരെ ഉണ്ടായ അതിക്രമങ്ങൾ വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള 4 വനിതാ IPS ഓഫീസർമാരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് തന്നെ കേസിന്റെ അന്വേഷണ ചുമതല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് അന്വേഷിക്കുന്നത്. ജയസൂര്യക്ക് വലിയ കുരുക്കായി മാറുന്ന രീതിയിലാണ് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ നൽകിയത്. ഇനി സെക്രട്ടേറിയറ്റിൽ നിന്നും അന്ന് സംഭവം നടന്ന അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ അടക്കം അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടി വരും. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അവിടെ CCTV ഉണ്ടെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കാനുള്ള നിർദ്ദേശം സെക്രട്ടേറിയറ്റിലേക്ക് നൽകും. അത് ഇന്ന് തന്നെ, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്.